ഒരു 35 തൊട്ട് 40 വയസ്സിന് ശേഷം തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നത്. മേജർലി നമ്മുടെ സ്കിൻ കണ്ടീഷൻസ് ഒക്കെ ചേഞ്ച് വരിക, നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചേഞ്ച് വരിക, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വേദന വരിക, മസിൽ ലോസ് പോലുള്ള കാര്യങ്ങൾ വരിക, സ്കിന്നിൽ റിങ്കിൾസ് പോലുള്ള കാര്യങ്ങൾ വരുന്നു, മെലാസ്മ വരുന്നു, അതുപോലെ തന്നെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവരിക. അങ്ങനെ പല രീതിയിലുള്ള കണ്ടീഷൻസ് കണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മൾ മേജർലി ഈ ഒരു 40 വയസ്സിന് ശേഷം നമ്മുടെ ശരീരത്തിൽ എടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് ന്യൂട്രിയൻസ് ഉണ്ട്. അതായത് നമുക്ക് ഈ ഒരു സാഹചര്യത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ നമുക്ക് തരണം ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനെ പറ്റിയിട്ടാണ്. ഹായ്, ഞാൻ ഡോക്ടർ ആര്യ, നാച്ചുറോപ്പതി കൺസൾട്ടൻറ്റ്, Q&B ഹെൽത്ത് കെയർ. ഏജിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ യൂഷ്വലി നമ്മുടെ ശരീരത്തിൽ കണ്ടുവന്നിരുന്നത് ഒരു 35+ അല്ലെങ്കിൽ ഒരു 40+, അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരു 50+ ഉള്ളൊരു സമയങ്ങളിലൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് ഒരു 30+ അല്ലെങ്കിൽ 25+ ഒക്കെ ആവുന്ന സമയങ്ങളിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് വേദനകൾ വരിക, പല രീതിയിലുള്ള സ്കിൻ കണ്ടീഷൻസ് വരിക, അതുപോലെ മെലാസ്മ പോലുള്ള കാര്യങ്ങളൊക്കെ വരിക, ഒരുപാട് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഈ സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നോർമലി ഒരുപാട് പേര് കണ്ടുവരുന്നുണ്ട്. സ്ത്രീകളിലായിരുന്നെങ്കിൽ സാധാരണയായിട്ട് ഒരു മെനോപോസ് എടുക്കുന്ന സമയങ്ങളിലാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നതെങ്കിൽ, പുരുഷന്മാരിലാണെങ്കിൽ ഒരു 50+ ഏജ് ഗ്രൂപ്പിലൊക്കെയാണ് ഇത്തരത്തിലൊരു ഏജിങ് പോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവന്നിരുന്നത്. ഇനി ഇത്തരത്തിലൊരു ഏർലി ഏജിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മേജർ കാരണം എന്ന് പറയുവാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ്. അതായത് നമ്മൾ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, നമ്മുടെ വർക്കൗട്ടിൽ കാര്യങ്ങൾ ഉണ്ടാകുന്ന ചേഞ്ചസ്, നമുക്ക് ഉറക്കമില്ലാത്ത സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചേഞ്ചസ്, നമ്മൾ ഭക്ഷണം കഴിക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാത്ത രീതിയിൽ നമ്മളൊരു ഹങ്കറിനെയും അപ്പറ്റൈറ്റിനെയും മാത്രം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇന്ന് കണ്ടുവരുന്നത്. അതിനകത്ത് കൃത്യമായിട്ട്, അതായത് നമ്മൾ എടുക്കുന്ന ഭക്ഷണത്തിനകത്ത് കൃത്യമായിട്ട് നമുക്ക് വേണ്ട വൈറ്റമിൻസോ മിനറൽസോ ന്യൂട്രിയൻസോ ഒന്നും റിച്ച് ആയിക്കൊള്ളുന്നില്ല. ഇന്നത്തെ ഒരു സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികളിൽ പോലും ഒരുപാട് വൈറ്റമിൻസിൻ്റെയും ന്യൂട്രിയൻസിൻ്റെയും ഒക്കെ ഡെഫിഷ്യൻസീസ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ഏതെങ്കിലും ഒരു വേദന ബുദ്ധിമുട്ടുകൾ പോലുള്ള സമയങ്ങളിൽ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ മേജറായിട്ടുള്ള കുറേ ബ്ലഡ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒട്ടുമിക്ക ആൾക്കാരിലും ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, അതിനോടനുബന്ധിച്ചുള്ള കുറേ സിംറ്റംസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരത്തിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഈ ഒരു ഏജിങ് പ്രൊസീജിയറിനെയും നമുക്ക് ഉണ്ടാകുന്ന ഈ ഒരു ഏർലി ഏജിങ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള ചെറിയതായിട്ടുള്ള കുറച്ച് വൈറ്റമിൻസും കാര്യങ്ങളെ കുറിച്ചാണ്. ഇത്തരത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒന്നാമത്തെ ഒരു വൈറ്റമിൻ പറയുവാണെങ്കിൽ വൈറ്റമിൻ ഇ ആണ്. നമ്മൾ മേജറായിട്ട് എല്ലാവരും ഉപയോഗിച്ച് വരുന്ന കണ്ടൻറ്റാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് സ്കിൻ കണ്ടീഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഈ വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സൂൾ, ഇവിയോൺ എന്ന് പറയുന്നൊരു ടാബ്ലറ്റ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് നമ്മൾ എക്സ്റ്റേണലി നമ്മൾ ആപ്ലിക്കേഷനൊക്കെ വേണ്ടിയിട്ട് പല രീതിയിലുള്ള മിക്സ്ചേഴ്സിനകത്തൊക്കെ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നൊരു കണ്ടൻറ്റാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. എന്നാൽ അത് നമ്മൾ ഇൻറ്റേർണലി എടുക്കുന്ന വഴിയും നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ഈ ഒരു കണ്ടൻറ്റിനകത്ത് അമിതമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ നമ്മൾ ഈ വൈറ്റമിൻ സപ്ലിമെൻറ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് ആൻറ്റി ഓക്സിഡൻസ് ആണ് നമുക്ക് അമിതമായിട്ട് കിട്ടുന്നത്. ആൻറ്റി ഓക്സിഡൻസ് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ അമിതമായിട്ട് അസുഖങ്ങൾ ഉണ്ടാക്കാൻ കാരണക്കാരാവുന്ന ഒരു ഫ്രീ റാഡിക്കൽസിൻ്റെ ആ ഒരു ഗ്രോത്തിനെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കണ്ടന്റാണ് ഈ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു വൈറ്റമിൻ ഇൻ്റെ ആ ഒരു അബ്സോർപ്ഷൻ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ബോഡിയിലേക്ക് കൃത്യമായിട്ട് ഈ ആൻറ്റി ഓക്സിഡൻസ് എത്താതെ വരികയും പുതിയ സെൽസിൻ്റെ ആ ഒരു ഗ്രോത്തിൻ്റെ ആ ഒരു ഫംഗ്ഷനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഒരു കോട്ടം സംഭവിക്കുകയും അതുവഴി നമുക്ക് ഇത്തരത്തിലൊരു ഏജിങ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മേജറായിട്ട് നമ്മൾ ഇത്തരത്തിൽ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് ആൽമണ്ട്സിനകത്തുണ്ട്, നട്ട്സിനകത്തുണ്ട്, ഒലീവ് ഓയിലിനകത്ത് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ കിവി, നമ്മുടെ ടൊമാറ്റോനകത്ത് അടങ്ങിയിട്ടുണ്ട്, സൺഫ്ലവർ ഓയിലിനകത്തും അതുപോലെ സൺഫ്ലവർ സീഡ്സിനകത്തും ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ അവക്കാഡോനകത്തും ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം വൈറ്റമിൻ ഇ നമ്മൾ സ്കിൻ ഗ്ലോയ്ക്ക് നമ്മൾ ഓൾറെഡി എക്സ്റ്റേണലി നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇൻറ്റേർണലി ഇത്തരം കാര്യങ്ങളും കൂടി എടുക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ ഇത് ഇൻറ്റേർണലി കിട്ടുന്ന സമയത്തും നമുക്ക് നല്ലൊരു രീതിയിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മുടെ സ്കിന്നിനും അതുപോലെ ജനറൽ ബോഡിക്കും നമുക്ക് തരാൻ വേണ്ടി കഴിയുന്നത്. ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ പോലുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് ഉണ്ടാകുന്ന മെലാസ്മ പോലുള്ള കണ്ടീഷൻസ്, പിഗ്മെൻറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ, അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് പോലുള്ള കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ഹെയർ ഫോൾ പോലുള്ള കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്തിട്ട് മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സാഹചര്യമൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഒരു കണ്ടീഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് മുടി ധാരാളമായിട്ട് വളരാനൊക്കെ സഹായിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു സ്കിന്നിൽ മാത്രമല്ല എക്സ്റ്റേണലി നമ്മൾ ഹെയറിലും നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽസിനകത്തൊക്കെ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചിട്ടിട്ട് മിക്സ് ചെയ്ത് തേക്കുന്ന ഒരു
കണ്ടീഷനും നമ്മളിന്ന് കണ്ടുവരുന്നുണ്ട്. അപ്പം ഇത് മേജർലി നമുക്ക് ഇന്റേണലി എക്സ്റ്റേണലി നമുക്ക് ഒരുപാട് എസെൻഷ്യൽ ആയിട്ട് കണ്ടതാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. നമുക്കറിയാം വൈറ്റമിൻ B12 അല്ലെങ്കിൽ വൈറ്റമിൻ ബി എന്ന് തന്നെ നമ്മൾ പൊതുവേ പറയുന്നത് നമുക്ക് എന്തെങ്കിലും അൾസറേഷൻ ഉണ്ടാകുന്ന കണ്ടീഷൻസിലൊക്കെ നമുക്ക് മേജറായിട്ട് എല്ലാവരും നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ മെഡിസിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അൾസറേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നു എന്നുള്ളത്. ഈ വൈറ്റമിൻ B12 എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടൊരു വൈറ്റമിൻ ആണ്. കാരണം ഇതിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മേജറായിട്ട് ഒരുപാട് ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഇയർലി വൺസ് എങ്കിലും വൈറ്റമിൻ B12 ആ ഒരു ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ബ്ലഡ് ചെക്കപ്പ് ചെയ്ത് മോണിറ്റർ ചെയ്യേണ്ടതായിട്ട് വരുന്നൊരു കാര്യമാണ്. ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് ഒരു സ്കിൻ കംപ്ലയിൻറ്റ്സ് മാത്രമല്ല, അതായത് നമ്മൾ ഏജിങ് പ്രൊസീജിയർ മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്, നമുക്ക് ഉണ്ടാകുന്ന വേദന പോലുള്ള കാര്യങ്ങൾ, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ തരിപ്പ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ തളർച്ച, അതുപോലെ വിട്ടുമാറാത്ത ക്ഷീണം, ബുദ്ധിമുട്ട്, ഉന്മേഷമില്ലാത്തൊരവസ്ഥ, ഉറക്കമില്ലാത്ത സാഹചര്യം, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവന്ന് വരാം. അതായത് ബർപ്പിംഗ്, ബ്ലോട്ടിംഗ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് കണ്ടുവന്ന് വരാം. ജനറലി നമുക്ക് ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വിട്ടുമാറാതെ അസുഖങ്ങൾ വന്നു വരാം. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി മൊത്തത്തിൽ ഒന്ന് കുറഞ്ഞു വരുന്ന സാഹചര്യം കണ്ടുവന്ന് വരാം. ഇത് മാത്രമല്ല മേജർലി നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് രാത്രി കാലങ്ങളിലൊക്കെ പെട്ടെന്ന് മസിൽ ക്യാച്ച് പോലുള്ള കാര്യങ്ങൾ, അതായത് കാല് കോച്ചി പിടിക്കുക, മസിൽ കോച്ചി പിടിക്കുന്ന സാഹചര്യമൊക്കെ കണ്ടുവന്ന് വരുന്നത്. അതിപ്പം പണ്ട് കാലങ്ങളിലൊക്കെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ് കണ്ടുവന്നതെങ്കിൽ ഇന്ന് ചെറിയ കുട്ടികളിൽ പോലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കണ്ടുവന്ന് വരാം. അതുകൊണ്ട് വൈറ്റമിൻ B12 റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്കറിയാം മേജറായിട്ട് നോൺ വെജിനകത്തൊക്കെയാണ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സിനകത്ത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ചീര, ചീസ് പോലുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടയ്ക്കകത്തൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ B12 അടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഡസ്റ്റൈൻ കംപ്ലയിൻസ്, അതായത് ക്രോൺസ് ഡിസീസ് പോലുള്ള ഇൻഡസ്റ്റൈൻ കംപ്ലയിൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇതിൻ്റെ ആ ഒരു അബ്സോർപ്ഷൻ പവർ കുറഞ്ഞു വരിക, അതായത് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ഇത് അബ്സോർപ്ഷൻ കിട്ടാതെ വരികയും അതുവഴി ഇതിൻ്റെ ഡെഫിഷ്യൻസീസും കണ്ടീഷൻസും കണ്ടുവന്ന് വരാം. അപ്പോൾ നിങ്ങൾ ഇയർലി വൺസ് എന്താണെങ്കിലും ഈ ഒരു വൈറ്റമിൻ B12 ഡെഫിഷ്യൻസീസ് നിങ്ങൾക്ക് ഉണ്ടോയെന്ന് പ്രത്യേകമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. മൂന്നാമത്തെ ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. നമുക്കറിയാം വൈറ്റമിൻ എ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം നമ്മുടെ കണ്ണിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടൊരു കണ്ടന്റാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. മേജർലി ഇതിൻ്റെ ഒരു ഡെഫിഷ്യൻസീസും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നത് നമ്മുടെ പ്രഗ്നൻസി, ലാക്ടേഷൻ, അതുപോലെ ചിൽഡ്രൻസിലൊക്കെയാണ് കൂടുതൽ കണ്ടുവരുന്നത്. വിഷൻ പ്രോബ്ലം ആണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മേജറായിട്ട് കണ്ടുവരുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് വിട്ടുമാറാത്ത ക്ഷീണം വരിക, ഉന്മേഷമില്ലാത്തൊരവസ്ഥ വരിക, അതുപോലെ നമുക്ക് മസിൽ ലോസ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുക, അതിനോടൊപ്പം തന്നെ നമുക്ക് സ്കിൻ കംപ്ലയിൻസ്, ഹെയർ കംപ്ലയിൻസ് ഉണ്ടാവുക, പുതിയ സെൽസിൻ്റെ ഒരു ഗ്രോത്ത് കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുന്ന സാഹചര്യവും കണ്ടുവന്ന് വരാം. നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ്ലി അല്ല നമ്മുടെ ബോഡിയിലേക്ക് വൈറ്റമിൻ എ എത്തുന്നത്. നമ്മുടെ ബോഡിയിലേക്ക് ബീറ്റാ കാരോട്ടിൻ, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഇത് ബീറ്റാ കാരോട്ടിനായിട്ടാണ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത്. അതുവഴി ഇത് നമുക്ക് വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ആവുകയും ഫർദർ നമ്മുടെ ബോഡിയിലേക്ക് അതിൻ്റെ ഒരു ആക്ടിവേഷൻ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രോ വൈറ്റമിൻ ആയിട്ടാണ് അറിയപ്പെടുന്നത്. മേജർ സോഴ്സസ് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളിലൊക്കെയാണ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാരറ്റ്, കോളിഫ്ലവർ, ടൊമാറ്റോ പോലുള്ള കാര്യങ്ങളിലൊക്കെ വൈറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കണ്ടൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് അമിതമായിട്ടാണ് ഇതിൻ്റെ ഡെഫിഷ്യൻസീസ് ഉള്ളതെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം സപ്ലിമെന്റ് ഫോമിൽ ഇൻടേക്ക് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. നമുക്ക് മേജർ സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണെന്ന് നമുക്കറിയാം. സൺ എക്സ്പോഷർ നമുക്ക് അധികം ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇന്ന് പലരും ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് പറയുന്നത് വളരെ കോമൺ ആണ്. ഭക്ഷണത്തിലൂടെ നമുക്ക് ഒരു പരിധി വരെ മാത്രമാണ് നമുക്കിത് ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് മേജറായിട്ട് ഒരു അളവിൽ കൂടുതലായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഡെഫിഷ്യൻസി കണ്ടുവരികയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ സപ്ലിമെൻറ്റ് ഫോമിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇൻടേക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഇതിൻ്റെ നോർമൽ റേഞ്ച് പറയുകയാണെങ്കിൽ ഒരു 30 to 100 വരെയാണ് പറയുക. ഒരു 50 ഒക്കെ എത്തുവാണെങ്കിൽ നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു എമൗണ്ട് ഉണ്ടെന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഒരു 30 ബിലോ ഒരു 20 ബിലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താണെങ്കിലും സപ്ലിമെൻറ്റ് എടുക്കേണ്ടതായിട്ട് വരുന്നൊരു സാഹചര്യമാണ്. ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം മേജറായിട്ട് കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനിൽ ഒരു കുറവ് വരികയും ഫർദർ നമുക്ക് ബോൺ, അതുപോലെ മസിൽസിൻ്റെ ആ ഒരു ഫംഗ്ഷനിങ്ങും ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ പ്രോപ്പറായി നടക്കാതിരിക്കുകയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല രീതിയിലുള്ള വേദന, ബുദ്ധിമുട്ടുകളൊക്കെ കാരണമെന്ന് പറയുന്നത് ഈ വൈറ്റമിൻ ഡിൻ്റെ ഒരു ഡെഫിഷ്യൻസി കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് സ്കിൻ കംപ്ലയിൻസ് ഉണ്ടാവുക, അതുപോലെ നമ്മുടെ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന സാഹചര്യം, ഏർലി ഗ്രേയിങ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുക, ഉറക്കമില്ലാത്ത സാഹചര്യം വരിക, അതിനോടൊപ്പം തന്നെ നമുക്ക് അമിതമായിട്ട് ടെൻഷനും സ്ട്രെസ്സും പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരു കാരണമാവുകയും ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത്തരത്തിലൊരു എനർജി ലോസ് പോലുള്ള കാര്യങ്ങൾ വരിക, ഒരു ഉന്മേഷമില്ലാത്തൊരവസ്ഥ വരിക, അതുപോലെ തന്നെ സഡൻ ആയിട്ട് നമുക്ക് എന്തെങ്കിലും സ്കിൻ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരിക, ഹെയർ ഫോൾ പോലുള്ള ബുദ്ധിമുട്ടുകൾ വരിക, അതിനോടൊപ്പം തന്നെ നമുക്ക് ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണ്ടുവരികയാണെങ്കിൽ അത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടാവാം. അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വൈറ്റമിൻ B12 പോലെ തന്നെ വൈറ്റമിൻ ഡിൻ്റെ ഒരു ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മേജർലി നമുക്ക് ഭക്ഷണത്തിലൂടെ എടുക്കുന്ന ഒരു കാര്യം പറയുവാണെങ്കിൽ നമുക്ക് മഷ്റൂം കഴിക്കാവുന്നതാണ്. അതുപോലെ സാൽമൺ ഫിഷിനകത്ത് ഇത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നട്ട്സിനകത്തൊക്കെ ഇത് ചെറിയ രീതിയിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അഞ്ചാമതൊരു കണ്ടന്റ് പറയുവാണെങ്കിൽ omega-3 ഫാറ്റി ആസിഡ്സ് ആണ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് എസെൻഷ്യൽ ആയിട്ട് കണ്ടന്റാണ് omega-3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. നമ്മളിപ്പം എന്തെങ്കിലും ഒരു മേജർ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന
സമയത്ത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിന് കൂടെ തന്നെ നമുക്ക് ഒരു മെഡിസിൻസ് തരുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സപ്ലിമെൻറ്റ് ഫോമിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമ്മൾ ഇൻടേക്ക് ചെയ്യാറുണ്ട്. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ചെയ്യുന്ന ഒരാളാണ് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഏജിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനും നമുക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും മേജറായിട്ട് ഒരുപാട് ഡിസീസ് കണ്ടീഷൻസിനൊക്കെ ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് ഫോമിൽ ഇൻടേക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സാധിക്കും. മേജർ സോഴ്സ് നമുക്കറിയാം ചെറിയ മത്സ്യങ്ങളിലാണ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ അവക്കാഡോയിൽ അടങ്ങിയിട്ടുണ്ട്, ഒലീവ് ഓയിൽ പോലുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അതും അല്ലെങ്കിൽ നമുക്ക് കോഡ് ലിവർ ഓയിൽ പോലെ അതായത് മീനെണ്ണ ഗുളിക പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി എടുക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ അതായത് ഇത്തരം കാര്യങ്ങൾ ഇത്തരം വൈറ്റമിൻസ് ഒക്കെ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഏജിങ് പ്രോസസ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുവാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഹൈഡ്രേറ്റ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് നമ്മൾ ഡയറ്റ് പ്രോട്ടോക്കോൾ നമ്മുടെ റൊട്ടീൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മേജറായിട്ടുള്ള വൈറ്റമിൻസും ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ബോഡിക്കിനെ അതിൻ്റെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉറക്കത്തിൻ്റെ പാറ്റേൺ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ഒരു എക്സസൈസ് പാറ്റേൺ നിങ്ങളുടെ റൊട്ടീൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു വൈറ്റമിൻസ് എടുക്കുന്നതിന് കൂടെ തന്നെ ഇത്തരം കാര്യങ്ങളും കൂടെ നിങ്ങളുടെ റൊട്ടീൻ്റെ ഭാഗമാക്കുന്നത് വഴി നമുക്ക് ഉണ്ടാകുന്ന ഏജിങ് പ്രൊസീജിയറിനെയും അതുവഴി നമ്മൾ ഉണ്ടാകുന്ന പല പല കണ്ടീഷൻസിനെയും ഒക്കെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.